ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു സിഗരറ്റും വെച്ച് ആ ഒരു സീൻ എന്നാ പെടയാ പടച്ചേക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ജസ്റ്റ് ഒരു സ്മോക്ക് വേണം എന്നാണോ പറഞ്ഞത്, അതോ മമ്മൂക്ക ഇട്ടൊരു ഡെവലപ്മെന്റ് എന്തായിരിക്കും അത്? പിന്നെ ഈ കഥാപാത്രത്തിന്റെ തന്നെ ഒരു ഒരു ചില പിന്നെ ചില പ്രത്യേക ഫീച്ചേഴ്സിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് സിഗരറ്റും ഒരു കഥാപാത്രത്തിന്റെ ഭാഗമായിട്ട് മാറിയായിരുന്നു. അങ്ങനെ എഴുതുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. സിഗരറ്റ് ഒരു ടൂളായിരുന്നു നമ്മുടെ എഴുത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ സാധനത്തിനെ പുള്ളി വേറൊരു രീതിയിൽ എൻഹാൻസ് ചെയ്ത് മാറ്റിയായിരുന്നു സാർ. അത് കഥാപാത്രത്തിന്റെ സാന്നിധ്യത്തിനെയും കഥാപാത്രത്തിന്റെ ചില മൂഡിനെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഭയങ്കര പിന്നെ ഒബ്വിയസ്ലി കാണിക്കുന്ന രീതിയിലല്ല, ബട്ട് ഒരു സട്ടിലായിട്ട് അത് ആഡ് ചെയ്ത് ലെയർ ആയിട്ട് വന്നായിരുന്നു. അപ്പം ഈ പർട്ടിക്കുലർ സീനിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു പർട്ടിക്കുലർ ഇമോഷൻ കൺവേ ചെയ്യുന്ന ഒരു മൂമെന്റ് ആണ്. ഡയറക്ടർ എന്ന നിലയിൽ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഒരുപാട്. മമ്മൂക്ക എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു അഡീഷണൽ ഹൈയും ഗൂസ് ബംസും ത്രൂ ഔട്ട് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ സിനിമ ഫിലിം മേക്കിംഗ്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ ഒരിക്കലും അറിയുന്നില്ല, നമ്മൾ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ ഒരു ആക്ടർ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പുറത്തുള്ളവർ അറിയണം എന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ അറിയേണ്ട കാര്യമില്ല, അറിയാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഫൈനൽ ഔട്ടിൽ കാണുന്ന പിന്നെ മെയിൻലി ഡയറക്ടറുടെ വിഷൻ ആയിരിക്കും, ഡയറക്ടറുടെ പരിപാടി ആയിരിക്കും സിനിമ എന്നൊക്കെ പറയാമെങ്കിലും അതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കാണും. മീൻസ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ അതിനേക്കാളും 10 മടങ്ങ് കോൺട്രിബ്യൂഷൻസ് റിജക്ട് ചെയ്യപ്പെട്ടുണ്ടായിരിക്കും. മീൻസ് ഞാൻ പറയുന്നത് ഡയറക്ടറുടെ പെർസ്പെക്റ്റീവ് പറയുന്നതാണ്. അപ്പോൾ അതിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ എന്തുകൊണ്ടാണ് ഒരു സിനിമയെ എങ്ങനെ എൻഹാൻസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ കാണാൻ സാധിക്കും. അതുപോലെ അദ്ദേഹം ഇൻപുട്സ് തരുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഒരു സിഗരറ്റും പിടിച്ച് ഇങ്ങനെ ഒരു ലുക്ക് കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനകത്ത് ആ ഒരു മൂവ്മെന്റും പരിപാടികളും പിന്നെ നമ്മൾ പറഞ്ഞ ആ ഇമോഷൻ തന്നെയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന രീതിയിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. നമുക്കത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് വേണ്ടതും അതായിരുന്നു. നമുക്ക് വേണ്ടതിന് കുറച്ചും കൂടെ നമുക്ക് എക്സൈറ്റ്മെന്റ് തരുന്ന രീതിയിൽ അദ്ദേഹം ഡെലിവർ ചെയ്യും.